Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം 4-year UG പ്രോഗ്രാമിലെ സെക്കൻഡ് സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. മേജർ സബ്ജക്റ്റ് ആണ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ സിലബസ് അനാലിസിസ് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, സ്മാർട്ട് സ്റ്റഡി നടത്തി ഹൈ മാർക്സിലോട്ട് എത്തിച്ചേരാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ഒരു മാറ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ ആദ്യം കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സബ്ജക്റ്റിന് ഏത് ടെക്സ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത്. ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണ്. കറക്റ്റ് സിലബസ് ബേസ്ഡ് ആണ്, നമുക്കത് ഫോളോ ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് ഒരെണ്ണം കയ്യിലുണ്ടെങ്കിലാണ് പ്രോപ്പറായിട്ട് നമ്മുടെ പഠനം നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ദാറ്റ്സ് ഇനഫ് ഫോർ യു. ഇനി നമുക്കറിയാം ടോട്ടൽ 100 മാർക്സിൻ്റെ എക്സാമാണ്. അതിൽ 30 മാർക്സ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആണ്, 70 മാർക്സ് എക്സ്റ്റേണൽ ആണ്. സോ ഈ 70 മാർക്സ് എക്സ്റ്റേണലിൽ നമുക്ക് എങ്ങനെ അല്ലെ ഹൈലോട്ട് എത്താൻ സാധിക്കും? ഈ 30 എന്ന് പറയുന്നത് നിങ്ങളുടെ പെർഫോമൻസ് ഇൻറ്റേർണലി നടക്കുന്നതിനനുസരിച്ചിട്ടാണ് വരിക. അപ്പോൾ സിലബസിൻ്റെ ഡീറ്റെയിൽസ് താഴെ നമുക്ക് നോക്കാം. ഇതാണ് ആസ് യൂഷ്വൽ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിലബസിലുള്ള പല കാര്യങ്ങളും നിങ്ങൾ +1 +2 +1 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന് അപ്രോച്ച് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ദി സിംഗിൾ എൻട്രി സിസ്റ്റം അല്ലേ. നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ് ഡബിൾ എൻട്രി ദെൻ സിംഗിൾ എൻട്രി. അപ്പോൾ അതിലെ സിംഗിൾ എൻട്രി സിസ്റ്റം, അതിൻ്റെ ഡെഫിനേഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ബേസിക്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ ഡബിൾ എൻട്രി ആൻഡ് സിംഗിൾ എൻട്രി, ദെൻ അതിൻ്റെ പ്രോബ്ലംസ്, പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, ദെൻ തിയറി കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. നമുക്ക് എസ്സേ, അതുപോലെ തന്നെ നമുക്ക് 2 എസ്സേയിൽ ഒരെണ്ണമാണ് എഴുതണ്ടോ. അതുപോലെ 3 മാർക്സിൻ്റെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ 6 മാർക്സിൻ്റെ പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, ദെൻ രണ്ടാമത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്. നമ്മുടെ ഉള്ള മൊഡ്യൂളിൽ കുറച്ചൊരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്. നിങ്ങൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഈ പറയുന്ന പോലെ +1 +2 പഠിച്ചിട്ടില്ല. അപ്പോൾ ബ്രാഞ്ചസ്, അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ്, ബ്രാഞ്ച് അക്കൗണ്ടിങ്ങിന് നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സിലബസും അല്ലെങ്കിൽ ഡീറ്റെയിൽസിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ടത്. ദെൻ നിങ്ങൾ CMA എൻട്ര് അല്ലെങ്കിൽ CA എൻട്ര് ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫൗണ്ടേഷനിൽ നിങ്ങളിത് പഠിച്ചിട്ടുണ്ടായിരിക്കാം കുറച്ചും കൂടി നല്ല രീതിയിൽ. അതല്ലാത്തവർക്ക് ഈ പറയുന്ന ബ്രാഞ്ച് അക്കൗണ്ട്സ് കുറച്ചും കൂടിയും ടഫായിരിക്കും. ബട്ട് ഇതിൽ നിന്ന് നമുക്ക് എസ്സേ ചോദ്യം വരാം. 3 പാർട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ബ്രാഞ്ച് അക്കൗണ്ട്സിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ബേസിക് ടൈപ്സ്, ഇതൊക്കെ തിയറി ആയിട്ടും പ്രോബ്ലംസ് കണ്ടോ 6, 7 ഇതിൽ പ്രോബ്ലംസ് ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു മൊഡ്യൂളാണ് ബ്രാഞ്ച് അക്കൗണ്ടിങ്. ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂള്. ദെൻ കമ്പൽസറി എസ്സേ വരുന്ന മൊഡ്യൂളാണ് ഇനി, അത് 4th ആണ്. നമ്പർ 3 എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആണ് മൊഡ്യൂൾ നമ്പർ 3 വരുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൻ്റെ ഒക്കെ പാർട്ട് ബിയിൽ പ്രോബ്ലംസ് എന്തായാലും നല്ല രീതിയിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നൊരു ചാപ്റ്ററാണ് മൊഡ്യൂൾ നമ്പർ 3 എന്ന് പറയുന്നത്. 3 മാർക്സിൻ്റെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ പ്രോബ്ലംസ് ആണ് ബാലൻസ് ഷീറ്റിൻ്റെ ഒക്കെ വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മൊഡ്യൂൾ നമ്പർ 3. ദെൻ കമ്പൽസറി എസ്സേ ചോദ്യം എന്ന് പറയുന്നത് 2 എസ്സേയിൽ ഒരെണ്ണം എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 4 ആണ്. ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആസ് പെർ ഷെഡ്യൂൾ നമ്പർ 3 കമ്പനീസ് ആക്ട്.
ഇതാണ് മൊഡ്യൂൾ നമ്പർ 4. ഇപ്പോഴും എസ്സേ വരുന്നൊരു മൊഡ്യൂളാണ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, പാർട്ട് ബിയിലും അതുപോലെ തന്നെ പാർട്ട് സിയിലും ആണ് നമ്മൾ ചോദ്യങ്ങൾ കൂടുതൽ ഈ പറയുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പാർട്ട് എയിൽ 10 ചോദ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണം എന്താണ് 3 മാർക്സിൻ്റെ ആയിട്ടും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ ഫോർ പ്രാക്ടിക്കൽ എക്സസൈസ് ആണ്. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ്, കേസ് സ്റ്റഡി, കോഴ്സ് പ്രോജക്റ്റ്, ഇതാണ് ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആണ് നിങ്ങളുടെ 5 മൊഡ്യൂൾസ് വരുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാം? എന്താ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ സാധ്യതയുള്ളതും ദെൻ പഠിക്കുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും അല്ലേ. പഠനം തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു അപ്രോച്ച് ഒരു കാരണവശാലും ചെയ്യരുത്. സ്മാർട്ടായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. പഠിക്കുന്ന ഏരിയ കുറച്ച് ഈസി ആവണം സ്റ്റാർട്ടിങ്ങിൽ, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും വേണം. അതിനുശേഷം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസിലോട്ട് പോവാം അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റിനോടൊരു താല്പര്യം ഉണ്ടാവുള്ളൂ. ദെൻ പഠിച്ചതൊക്കെ എക്സാമിന് വരും വേണം. അപ്പോൾ ഈ ഒരു അപ്രോച്ച്, അതാണ് സ്മാർട്ട് സ്റ്റഡിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് സ്റ്റഡിക്ക് നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഈ ഒരു സബ്ജക്റ്റിനെ, ഇതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ ടു സിംഗിൾ എൻട്രി സിസ്റ്റം വളരെ കംഫർട്ടബിൾ. ഈ 5 മൊഡ്യൂൾ വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂൾ തന്നെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. നോ പ്രോബ്ലം. ഓക്കെ, ബിക്കോസ് തിയറിയും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. 3 പാർട്ടിലും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഇത് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു കാരണവശാലും അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിലോട്ട് നെക്സ്റ്റ് കടക്കരുത്. നിങ്ങൾ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസ് ആണ് നെക്സ്റ്റ് പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ എന്താണ് ചാപ്റ്റർ കുറച്ച് ലെങ്ത് ആണ്. അപ്പോൾ ഈ സെക്കൻഡ് മൊഡ്യൂളിലോട്ട് നേരെ ചാടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് വെറുത്തു പോകും, ഒന്നും കഴിയില്ല എന്നുള്ളൊരു തോന്നൽ വരും. നിങ്ങളുള്ള കോൺഫിഡൻസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മൊഡ്യൂൾ നമ്പർ 3 അല്ല. എനിക്ക് നെക്സ്റ്റ് സജഷൻ നൽകാനുള്ളത് മൊഡ്യൂൾ നമ്പർ 4 ആണ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സിംഗിൾ എൻട്രി സിസ്റ്റം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഷുവർ എസ്സേ എന്തായാലും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. ദെൻ അത് മാത്രമല്ല ഈ പറയുന്ന പാർട്ട് ബിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കമ്പൽസറി ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. മാത്രമല്ല നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് നൽകുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 4. മറിച്ച് ഇതിൻ്റെ മുകളിലുള്ള മൊഡ്യൂൾസിലെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആവട്ടെ, ബ്രാഞ്ച് അക്കൗണ്ടിങ് ആവട്ടെ, അതിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയാസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ച് നമുക്ക് ആകെ ഈ സബ്ജക്റ്റിനോടുള്ള താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ സിംഗിൾ എൻട്രി പഠിച്ചു, കുറച്ച് കോൺഫിഡൻസ് കിട്ടി. ദെൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എസ്സേ ഒരുവിധം കിട്ടിയ പോലെയായി. പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു, നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ മൊഡ്യൂൾ നമ്പർ 3 പോകുക, നോൺ പ്രോഫിറ്റ് ആൻഡ് ഫൈൻ. ദെൻ അതിനുശേഷം അക്കൗണ്ടിങ് ഫോർ ബ്രാഞ്ചസിലോട്ട് കിടക്കുക. ദെൻ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിലെ പ്രാക്ടിക്കൽ ഏരിയാസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് സബ്ജക്റ്റിനോടൊരു താല്പര്യം വരുന്നതാണ്. അപ്പോൾ എപ്പോഴും സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് സബ്ജക്റ്റിനോട് താല്പര്യം കിട്ടണം. അപ്പോൾ എന്ന് വെച്ചിട്ട് ആദ്യം പഠിക്കുന്ന ഏരിയ അതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വരാണ്ടിരിക്കുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? പഠിക്കുന്നത് വളരെ ഈസി ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അത് വരും വേണം എക്സാമിന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് വിത്ത് സിംഗിൾ എൻട്രി. അതിനുശേഷം ഷുവർ എസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ. രണ്ടാമത് അത് പഠിക്കുക. ദെൻ നമ്പർ 3 മൊഡ്യൂൾ നമ്പർ 3 നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പഠിക്കുക. അതിനുശേഷം ബ്രാഞ്ച് അക്കൗണ്ടിലോട്ട് കടക്കുക. ഫൈനലി എവിടേക്ക് പോവുക? പ്രാക്ടിക്കൽ ഏരിയാസ് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് പഠിക്കുന്നതിൽ ഫോളോ ചെയ്താൽ സബ്ജക്റ്റ് കുറച്ചും കൂടി എന്തായിരിക്കും എന്നുള്ളതാണ്, ലളിതമാവും എന്നുള്ളതാണ്. അതല്ലാണ്ടാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ വെറുത്തു പോവും സബ്ജക്റ്റ്. സിംഗിൾ എൻട്രി ഉണ്ട്, നേരെ ബ്രാഞ്ചിങ്ങിനൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഒരുവിധമാവും. നോൺ പ്രോഫിറ്റും കഴിഞ്ഞു, ഈ പറയുന്ന ലാസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് താല്പര്യമൊക്കെ പോവും എന്നുള്ളതാണ്.
അപ്പോൾ അങ്ങനെ പഠിക്കാതിരിക്കുക. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ സ്ഥാപനം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈ ഒരു സബ്ജക്റ്റിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും, ആക്സസ് ചെയ്യാം. ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നിങ്ങൾക്ക് നെക്സ്റ്റ് ഏതൊക്കെ പേപ്പേഴ്സിൻ്റെ ആണ് ഇതുപോലെ സപ്പോർട്ടിങ് വീഡിയോസ് വേണ്ടതെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ പരമാവധി എല്ലാ സബ്ജക്റ്റിൻ്റെയും ചെയ്യുന്നതായിരിക്കും. അതുമാത്രമല്ല നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.